ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, മദർ സുപ്പീരിയറിന്റെ അടുക്കൽ ചെന്ന് 7 ദിവസത്തേക്ക് രോമക്കുപ്പായമിടാനും രാത്രിയിൽ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് ചാപ്പലിൽ വരാനും അനുവാദം ചോദിക്കുക. ഞാൻ സമ്മതം നൽകി. പക്ഷേ സുപ്പീരിയറിന്റെ അടുക്കൽ പോകാൻ എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. വൈകിട്ടായപ്പോൾ ഈശോ എന്നോട് ചോദിച്ചു, എത്ര നാൾ നീ ഇത് മാറ്റിവെക്കും? ഇനി മദർ സുപ്പീരിയറെ കാണുമ്പോൾ തന്നെ ഇത് പറയാൻ ഞാൻ തീരുമാനമെടുത്തു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ഊണുമുറിയിലേക്ക് മദർ സുപ്പീരിയർ പോകുന്നത് ഞാൻ കണ്ടു. അടുക്കളയും ഊണുമുറിയും സിസ്റ്റർ അലോസിയയുടെ ചെറിയ മുറിയും അടുത്തടുത്തായിരുന്നതിനാൽ മദർ സുപ്പീരിയറിനോട് സിസ്റ്റർ അലോസിയയുടെ മുറിയിൽ വരാൻ ഞാൻ ആവശ്യപ്പെട്ടു. ഈശോനാഥന്റെ ആഗ്രഹം മദറിനോട് പറഞ്ഞു. അതിന് മദർ ഇപ്രകാരം പറഞ്ഞു, രോമക്കുപ്പായമിടാൻ നിനക്കു ഞാൻ അനുവാദം തരികയില്ല, തീർത്തും തരില്ല. ഈശോനാഥൻ ഒരു അതിമാനുഷ്യന്റെ ശക്തി നിനക്കു തരുകയാണെങ്കിൽ പരിത്യാഗങ്ങൾ ഞാൻ അനുവദിക്കാം. മദറിന്റെ സമയം കളഞ്ഞതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആ മുറിയുടെ പുറത്തു കടന്നു. ആ സമയം തന്നെ ഈശോ അടുക്കളവാതിലിനരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈ പരിത്യാഗങ്ങൾ ചെയ്യാൻ അങ്ങ് എന്നോട് കൽപ്പിക്കുന്നു, എന്നാൽ മദർ അവ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഈശോ പറഞ്ഞു, നീ സുപ്പീരിയറിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്കെല്ലാം അറിയാം. ഞാൻ നിന്നിൽ നിന്ന് പരിത്യാഗമല്ല ആവശ്യപ്പെടുന്നത്, അനുസരണമാണ്. അനുസരണം വഴി നീ വലിയ മഹത്വം എനിക്ക് നൽകുന്നു, നിനക്ക് യോഗ്യതയും ലഭിക്കുന്നു.